പിന്നെ ആ സ്കൂൾ ഗ്രൗണ്ടിന് അടുത്തുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അതങ്ങ് പറഞ്ഞേക്ക്. അവന്തികയുടെ മോഹമായിട്ട് തന്നെ അങ്ങ് ഇരിക്കട്ടെ. ശരി, ഞാൻ വഴക്കിനൊന്നും പോകുന്നില്ല, പേടിക്കണ്ട. മോളി ചെല്ല് ചെല്ല്. വേറൊന്നും കേട്ടില്ലേ? ഇല്ല, അത്രേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പൊ തന്നെ പറഞ്ഞത് മാഡത്തിനെ കുറിച്ചാണെന്ന് എനിക്ക് ഉറപ്പായി. അതിപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ അവള് സിത്താരയോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയില്ലല്ലോ. നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ ആ പെണ്ണ് എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണൂ. അതാണോ ഇനി അവള് എന്ന് അമ്മയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്നാ മതിയോ? അവൾ എന്നോട് പറഞ്ഞ എന്താന്ന് ഞാൻ പറഞ്ഞു തന്നാ മതിയോന്നാ ചോദിച്ചത്. പങ്കുകച്ചവടത്തിന് വന്നിട്ട് ഒരു രാത്രി കഴിയുന്നതിന് മുമ്പ് എന്നെ വീഴ്ത്താനുള്ള കെണിയൊക്കെ ഒരുക്കിയല്ലേ? നിങ്ങളൊരു റിക്വസ്റ്റുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നു. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഞാൻ അതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അതെന്താണെന്നറിയോ? തറവാട്ടി പറന്നതിന്റെ ഗുണം അത്. നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചു വളർന്നതിന്റെ ഗുണം. ആ രണ്ടു ഗുണങ്ങളും നിങ്ങൾക്കില്ലാതെ പോയതുകൊണ്ടാ മനസ്സിനും പ്രവൃത്തികൾക്കും നേരും നെറിയും ഇല്ലാണ്ടങ്ങ് പോയത്. സിത്താര വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നമുക്കിടയിൽ ആരോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇരുന്നൊന്ന് സംസാരിക്കാം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ് അവന്തിക. ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിൽ ചിലപ്പോ അവന്തികയ്ക്കായിരിക്കും ക്ലാരിറ്റി കുറവ്. അവന്തിക എന്താ കരുതിയത്? ഞാനിതൊന്നും അറിയില്ലെന്നോ? ഒന്നുമില്ലെങ്കിലും ഇതൊരു ദൈവസന്നിധിയല്ലേ? ഇവിടെ സത്യങ്ങൾക്ക് അങ്ങനെ വിലയില്ലാണ്ട് പോയില്ലല്ലോ. അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. ഇത് അറിഞ്ഞ ഭാവം നടിക്കാതെ അവന്തികയെ വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ച് നിങ്ങളെയും നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നട്ടല് തകർക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാ തിരികെ നിങ്ങളുടെ ലെവലിലേക്ക് തരം താഴെണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഐ മസ്റ്റ് അഡ്മിറ്റ്, നിങ്ങളൊരു വളരെ നല്ല അഭിനേതാവാണ്. എന്റെ അടുത്ത് വന്നിട്ട് എത്ര നിഷ്കളങ്കമായിട്ട് നിങ്ങൾ അഭിനയിച്ചത്. പിന്നെ ആ സ്കൂൾ ഗ്രൗണ്ടിന് അടുത്തുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അതങ്ങ് പറഞ്ഞേക്ക്. അവന്തികയുടെ മോഹമായിട്ട് തന്നെ അങ്ങ് ഇരിക്കട്ടെ. അവളാ ആ പീറ പെണ്ണ്. അവളാ എല്ലാത്തിനും കാരണക്കാരി. എനിക്കുണ്ടായി ഈ അപമാനവും കോടികളുടെ നഷ്ടവും ചേർത്ത് അവളോട് എനിക്ക് കണക്ക് ചോദിച്ചേ പറ്റൂ. മാഡത്തിന്റെ മുന്നിൽ വന്ന് സിതാര കാണിച്ചിട്ട് പോയ ഷോ ഉണ്ടല്ലോ, അതിന് പകരം ചോദിക്കാനും ആ പെണ്ണ് തന്നെയാണ് നല്ല മാർഗം. ഇനിയൊന്നും ആലോചിക്കാനില്ല മൂർത്തി. നമ്മുടെ ആളുകളെ വിളിച്ച് വരാൻ പറ, ഇന്ന് തന്നെ.
ആഹാ, മോള് റെഡിയായോ? ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ മമ്മി? ഉം. ഇന്നലെ കിടന്നിട്ട് എനിക്ക് ഉറക്കം പോലും വന്നില്ല. ഐ എം സോ എക്സൈറ്റഡ്. ഇന്ന് ഈ പൂജ കഴിയുന്നതോടെ എന്റെ നവീന്റെ ജീവിതം സ്മൂത്ത് ആവുമല്ലേ മമ്മി? യെസ്. മോളുടെ ഈ സന്തോഷമാണ് എന്റെ സന്തോഷം. നീ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിനക്ക് കിട്ടണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അതുകൊണ്ടാ ഈ പൂജയും വഴിപാടുകളൊക്കെ ഞാൻ നിന്നെ കൊണ്ട് നടത്തിക്കുന്നത്. ഐ നോ മമ്മി. എന്റെ മോള് നവീന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അതാ മമ്മിക്ക് വേണ്ടത്. അത് നടക്കണമെങ്കിൽ പൂജയും വഴിപാടും മാത്രം പോരാ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? നമ്മുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട എഫേർട്ട് നമ്മൾ തന്നെ എടുക്കണം. നിനക്ക് വേണ്ടി മമ്മി എന്താ ചെയ്യാതിരുന്നിട്ടുള്ളത്? പൂജ കഴിയുന്നതോടെ ഞാനും നവീനും ഒരു പുതിയ ജീവിതം തുടങ്ങും. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കൽ പോലും ആ കൃഷ്ണ കടന്നു വരാൻ പാടില്ല. എന്റെ സന്തോഷം കളയുന്ന ഒരേ ഒരു കാര്യം അത് മാത്രം. അതിനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് മമ്മി എനിക്ക് ഉറപ്പ് തരണം. കൃഷ്ണ എനിക്ക് നല്ലപോലെ അറിയാം. അവളാർക്കും മനഃപൂർവ്വം ദോഷം വരാനായിട്ട് ഒന്നും ചെയ്യില്ല. മമ്മി എന്തിനാ തരം കിട്ടുമ്പോഴൊക്കെ അവളിങ്ങനെ പാടി പുകഴ്ത്തുന്നേ? പുകഴ്ത്തിയതല്ല, അവളെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോളെ, അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല, നിന്റെ സന്തോഷം ഇട്ട് കളയാനും പോകുന്നില്ല. അപ്പൊ ഇത്രയും നാള് ചെയ്തു കൂട്ടിയതൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈശ്വരനായിട്ട് അവളെ നിന്റെ മുന്നിൽ എത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എത്രയോ ആപത്തുകളിൽ നിന്ന് അവൾ നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ മോള് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. ആ പൂജ ഭംഗിയായിട്ട് ചെയ്തു തീർക്കണം. അത് മാത്രം മതി മനസ്സിൽ. സമൃദ്ധ, ഏയ് ഡോ, താൻ എണീക്കുന്നില്ലേ? സമയം ഒരുപാടായി. ഇന്നത്തെ പൂജക്കൂടെ പങ്കെടുത്ത് നമുക്ക് പോകേണ്ടതല്ലേ? വാ, റെഡിയാവും. അഞ്ചാം ദിവസത്തെ ഈ പൂജയാ ദമ്പതിമാർക്ക് ഏറ്റവും പ്രധാനം. തൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി ഗൗരിമോളും ഒത്ത് സന്തോഷം നിറഞ്ഞൊരു ജീവിതം നമുക്ക് മുന്നോട്ടുണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം.